Hello everyone, KMAT exam 1 week കൂടിയാണ് മുന്നോട്ട് ഉള്ളത്. നെക്സ്റ്റ് സൺഡേ ആണ് KMAT exam. അപ്പോൾ 6 days പ്രിപ്പറേഷൻ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കമന്റിൽ റിപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഈ വീഡിയോയിൽ സെക്കൻഡ് പാർട്ടും ഉണ്ടാകാതിരിക്കാം. എനിവേ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സംശയങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും പറയുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. സോ KMAT രണ്ടാം സെഷൻ, ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ മസ്റ്റ് വാച്ച് ഫോർ എവറി സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഫോർ എക്സാംസ് ആസ് വെൽ ആസ് MBA aspirants. Now, ഫസ്റ്റ് തിങ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, KMATന്റെ അഡ്മിറ്റ് കാർഡ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യേണ്ടത് www.kerala.gov.in വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുക. വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. ഇനി വന്നിട്ടില്ലെങ്കിൽ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്, ഹാൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള റീസൺ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും അപാകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ സൈസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതായത് അതിൻ്റെ ബേസിക്കലി അതിൻ്റെ സ്പെസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്പെസിഫിക്കേഷൻ ഫയൽ സൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരുടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊടുത്ത് സഹായം ചോദിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് അടുത്തന്നെ കാണിക്കും. ഓൾറെഡി കഴിഞ്ഞ ഒരു ദിവസം ഇന്നലെ വരെ നിങ്ങൾക്ക് ഡിഫക്ട്സ് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി എന്നിട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ ആയിരിക്കാം ഹാൾ ടിക്കറ്റ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അല്ല, ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ, ട്രിവാൻഡ്രം ഓഫീസിലെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇനി ഹാൾ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യേണ്ടതാണ്. അപ്പം അതാണ് പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഹാൾ ടിക്കറ്റ്. ഇനി എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം, ഹാൾ ടിക്കറ്റ് കളർ പ്രിന്റ് എടുക്കണോ എന്നുള്ളത്. സാധാരണ അതിൽ ഗൈഡ് ലൈനിൽ തന്നെ അവർ പറയാറുണ്ട് കളർ പ്രിന്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീണ്ടും ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട. അപ്പോൾ കളർ പ്രിന്റ് തന്നെ എടുത്തോളൂ. എന്തായാലും ഒരു എക്സാം എഴുതാൻ പോവല്ലേ, കളർ പ്രിന്റ് തന്നെ എടുത്തോളൂ. 5-10 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. കളർ പ്രിന്റ് എടുത്തോളൂ. നിങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. കളർ പ്രിന്റ് എടുക്കുക. ഇനി ഹാൾ ടിക്കറ്റ് ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. ഹാൾ ടിക്കറ്റിൽ ചെറിയൊരു എറർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഹാൾ ടിക്കറ്റ് ഗൈഡ് ലൈൻസിൽ എറർ ഉള്ളതായിട്ട് തോന്നുന്നു. എക്സാം 3 hours ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു എറർ വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇനി അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഹാൾ ടിക്കറ്റ് കളർ പ്രിന്റ് എടുക്കുക. ഹാൾ ടിക്കറ്റിൽ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ട് തോന്നാൻ മറ്റ് ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സുകളൊക്കെ എക്സാം ഹാളിൽ കൊണ്ടുപോകണം. അത് മറന്നു പോകരുത്. ബേസിക്കലി നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡാണ്, മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പെർമിറ്റഡ് അല്ല. റൈറ്റിംഗ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് പേന കൊണ്ടുപോകാം, പെൻസിൽ കൊണ്ടുപോകാം. കാൽക്കുലേറ്റർ നോട്ട് അലൗഡ് ആണ്. റൈറ്റിംഗ് സാധാരണ വർക്ക് ചെയ്യാനുള്ള റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ അവിടെ തരാറുണ്ട്. എക്സാം ഡേറ്റ് 31st. ചില ആൾക്കാർക്ക് ഇപ്പോഴും ചോദിക്കും ഇന്നല്ലായിരുന്നു എക്സാം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓണാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് 4-5 പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ രാവിലെയൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു ഇന്നല്ല എക്സാം, ഇന്ന് എക്സാം മാറ്റിയിട്ടുണ്ട്. മാറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്താണ്. 31st എക്സാം. 31st സൺഡേ ആണ് എക്സാം വരുന്നത്. ഇനി കട്ട് ഓഫ് മാർക്ക്, ഇതിലും സംശയമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 10% മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾ പറയുന്ന. 720 ആണ് ജനറൽ കാറ്റഗറിയിൽ ടോട്ടൽ മാർക്ക്. അതിൽ 72 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാനായിട്ട് വേണ്ടത്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് SCBSE, അതർവൈസ് നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിലാക്സേഷൻ ഉള്ളൂ. ജനറൽ ആൻഡ് SCBSE കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 72 മാർക്ക്, 720 മാർക്കാണ് പാസ്സാവേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് ഒരുപാട് സംശയമുള്ള കാര്യമാണ്. ഇത് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം പറയട്ടെ. MBAക്ക് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. വീണ്ടും ഞാൻ പറഞ്ഞു, MBAക്ക് സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ഇല്ല. നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആ കോളേജിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കുസാറ്റ് SMS കുസാറ്റിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെപ്പറേറ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യണം. ഇനി കുസാറ്റിന് എക്സാമും ഇല്ല. ഈ 3 എക്സാമിൽ ഏതെങ്കിലും ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ അവരുടെ CAT രജിസ്ട്രേഷൻ പോർട്ടലിൽ ചെയ്യണം. പക്ഷേ CAT അവിടെ സെപ്പറേറ്റ് എക്സാം ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല. CAT പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ ഈ പ്രോസസ് ചെയ്യണം. അഗൈൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, കുസാറ്റ് സെക്കൻഡ് KMAT അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് നിങ്ങൾ കുസാറ്റ് ഓഫീസുമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷം അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇത്തവണ KMAT കുറച്ചുകൂടെ നേരത്തെ വന്നുകൊണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് സംശയമുള്ള കാര്യമാണ് സെക്കൻഡ് KMAT അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ രാജഗിരി കോളേജിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. RCBSയിൽ അപ്ലൈ ചെയ്യുക. മറ്റൊരു കോളേജ് ഫറൂഖ് കോളേജിൽ ഫിംസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക, അവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക.
ഇങ്ങനെ ഓരോ കോളേജിലും ഇപ്പോൾ കൊല്ലം ടി കെ എം കോളേജിൽ ഞാൻ ചില പ്രധാനപ്പെട്ട കോളേജുകളുടെ പേര് പറയുന്നു മാത്രം. കൊല്ലം ടി കെ എം കോളേജിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടി കെ എമ്മിൻ്റെ വെബ്സൈറ്റിൽ കയറുക, നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. എം ജി യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയോ ക്ലോസ് ആയോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയും കറക്റ്റ് ഡെഡ്ലൈൻസും ഡേറ്റ്സുകളൊന്നും ഇല്ല. നിങ്ങൾ അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. പരമാവധി കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വെബ്സൈറ്റിൽ തന്നെ ഇൻഫർമേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി അവർ സെക്കൻഡ് കെമാറ്റ് എക്സാം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ 100ഓളം കോളേജുകളുണ്ട്. ആരൊക്കെ കെമാറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ കറക്റ്റ് ഡാറ്റ കിട്ടാൻ കുറച്ച് പാടാണ്. പൊതുവെ അപൂർവം ചില കോളേജ് ടോപ്പായിട്ട് നിൽക്കുന്ന, അപ്പം കഴിഞ്ഞ വർഷം സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കുസാറ്റ്, രാജഗിരി ചില കോളേജുകൾ മാത്രമേ സെക്കൻഡ് കെമാറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. കാരണം ആ സമയത്തേക്ക് അവരുടെ ഏറ്റവും ഡിമാൻഡുള്ള 2-3 കോളേജുകൾ ആയതുകൊണ്ട് അവരുടെ സീറ്റ്സ് ഒക്കെ ഫില്ല് ആയതുകൊണ്ടാണ് മെയിൻലി. മിക്ക കോളേജുകളും യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ് കാര്യം നിങ്ങൾ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യും. മിക്ക പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജുകളൊക്കെ തന്നെ സെക്കൻഡ് കെമാറ്റ് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഇത്രയുമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇനി ഈ സെക്കൻഡ് കെമാറ്റ് 2025 അഡ്മിഷനിലേക്ക് മാത്രമാണെന്ന് പറയുന്നു. അത് വീണ്ടും ഓർത്തിരിക്കുക. ചില ആൾക്കാർ ചോദിക്കും 2025 ഇനി 26ലേക്ക് അഡ്മിഷൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. 2026 അഡ്മിഷന് വേണ്ടി നിങ്ങൾ വേറെ എക്സാം എഴുതണം. 2025-27 അധ്യയന വർഷത്തിലേക്കുള്ള MBA അഡ്മിഷൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സാം വാലിഡ് ആയിട്ടുള്ളത്. സോ അതൊരു പ്രത്യേകം ഓർത്തിരിക്കുക. എഗെയിൻ അടുത്തൊരു 2026ലേക്ക് നിങ്ങൾ ഈ വർഷം അവസാനം നടക്കുന്ന CAT എക്സാം മുതൽ അങ്ങോട്ടാണ് എഴുതേണ്ടത്. നൗ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ബാക്ക് പേപ്പർ ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ? എക്സാം എഴുതാൻ തടസ്സമൊന്നുമില്ല. ഇനി എക്സാം എഴുതുന്നതിനെ പറ്റി പറയണ്ട, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതുക. ഹാൾ ടിക്കറ്റ് വന്നല്ലോ, ഇനിയിപ്പോൾ എക്സാം എഴുതാണ്ടിരിക്കുന്നതിന് കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ തടസ്സം നിൽക്കുന്ന ഇത്രയേ ഉള്ളൂ. സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ഒരു കട്ട് ഓഫ് ടൈം പറയും, ഡെഡ് ലൈൻ പറയും, എന്നാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ള. ചിലപ്പോൾ ആ ഡെഡ് ലൈൻ അനുസരിച്ച് ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ മാത്രം പറയുകയാണ്. ഓഗസ്റ്റ് 15 ഡെഡ് ലൈൻ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 15 എക്സാമ്പിളാണ്, ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഓഗസ്റ്റ് 15 ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15-നുള്ളിൽ നിങ്ങളുടെ ബാക്ക് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ റിസൾട്ടും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ പരിഗണിക്കും. അപ്പം അത് ഓരോ യൂണിവേഴ്സിറ്റിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഇനി കട്ട് ഓഫ് മാർക്ക്, മിനിമം മാർക്ക് എത്രയാണെന്നുള്ള കാര്യത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റിയിൽ ചെക്ക് ചെയ്യാം. ഇനി അതാത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അപ്ലൈ ചെയ്യുന്നത്, ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തേക്കുന്നു, ആ കോളേജായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. സോ MBA അഡ്മിഷൻ ബാക്ക് പേപ്പേഴ്സ് ഉത്തരമായെന്ന് വിചാരിക്കുന്നു. എക്സാം എഴുതുന്നതിന് ബാക്ക് പേപ്പർ തടസ്സമല്ല. അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ്റെ കട്ട് ഓഫ് ടൈമിന് മുമ്പായിട്ട് നിങ്ങളുടെ ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൗ മറ്റൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നത്, KMAT-ൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് വീഡിയോസ് എങ്ങനെ കിട്ടാം? മെമ്പർഷിപ്പ് വീഡിയോസ് ചിലർ പറയുന്നു മെമ്പർഷിപ്പ് വീഡിയോസ് ഞങ്ങൾ പേ ചെയ്തു പക്ഷേ ഫെയിലായി പോകുന്നു എന്ന് പറയണു. മെമ്പർഷിപ്പ് വീഡിയോസ് നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ പേരിനൊപ്പം തന്നെ നിങ്ങൾക്കൊരു ബാഡ്ജും ലഭിക്കും. ആ ബാഡ്ജ് അതിൻ്റെ ഇൻഡിക്കേഷനാണ് നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത്. ബാഡ്ജ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ട്, നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഫെയിലായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കൺട്രോളുള്ളൊരു കാര്യമല്ല, യൂട്യൂബാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പം അത് എഗെയിൻ നിങ്ങൾ പേയ്മെൻറ്റ് ഫെയിലായോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. മെമ്പർഷിപ്പ് ബാഡ്ജ് കിട്ടുന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് അസസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പം ഇതിനെപ്പറ്റി ഒരു 2 കാര്യം കൊണ്ട് പറയുന്നു. ചില ആൾക്കാർ വീണ്ടും ചോദിക്കുന്നു ഏത് മെമ്പർഷിപ്പ് പ്ലാനാണ് എടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജോയിൻ ബട്ടൺ, സബ്സ്ക്രിപ്ഷനുടെ ലെഫ്റ്റ് സൈഡിലുള്ള ജോയിൻ ബട്ടൺ, റൈറ്റ് സൈഡിലുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻട്രി പ്ലസ് KMAT ജൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. 89 per month. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ജോയിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നു. 89 per month ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഇത് ഫസ്റ്റ് KMAT-ന് വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. ഇവിടെ നമുക്ക് മിനിമം അപ്ഡേറ്റ്സ് അവർക്ക് വേണ്ടിയുള്ള ഫോളോ അപ്പ്, GD ഇൻ്റർവ്യൂ എലമെൻറ്റ്സുകളൊക്കെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് KMAT-കാർക്ക് വേണ്ടിയുള്ള പ്ലാൻ, 89 per month. അപ്പം അത് നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അസസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ പറയുന്ന സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാഡ്ജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നൗ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ കോളേജ്, ഇതും കോമൺ ആയിട്ട് ചോദ്യമാണ്. നമുക്ക് ഇന്ന കോളേജ് കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. അവിടെയൊക്കെ നമ്മൾക്കൊരു കറക്റ്റ് ഫിഗേഴ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് കുസാറ്റിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ കുസാറ്റ് ടോപ്പ് ആയിട്ടുള്ള ഏതാനും സ്റ്റുഡൻസ് അവരുടെ ഇൻടേക്ക് 150 സംതിങ് ആണ് അവരുടെ ഇൻടേക്ക്. അപ്പം ഏറ്റവും സ്കോർ കൂടുതലുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. 2000-ഓളം ആപ്ലിക്കൻസ് ഒക്കെ കഴിഞ്ഞ വർഷം വന്നതായിട്ട് കേട്ടിട്ടുണ്ട്.
അപ്പോൾ അവിടെ ഏതായാലും ജി ഡി ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ ജി ഡിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ ആ പെർഫോമൻസ് കൊണ്ട് കൺസിഡർ ചെയ്തായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു 400 മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് മാത്രം പറയുന്നു. ഈ നിങ്ങൾക്ക് അതിന് 500 മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹൈ ചാൻസ് എന്നൊക്കെ പറയാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ വരത്തുള്ളൂ. എന്തായാലും ജി ഡി ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യുക. മറ്റു കോളേജുകൾ ഇതേ തന്നെ അവസ്ഥ തന്നെയാണ്. പൊതുവെ ടോപ്പ് ആയിട്ടുള്ള ചില കോളേജ് ഒഴിച്ച് ബാക്കി കോളേജുകളൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആയോ എന്നുള്ള ഒരു പാരാമീറ്ററാണ്. നിങ്ങൾ ക്വാളിഫൈഡ് ഓർ നോട്ട് എന്നൊരു പാരാമീറ്ററാണ് ശ്രദ്ധിക്കുക. അപ്പം ക്വാളിഫൈഡ് ആകാൻ സെക്കൻഡ് കമാൻഡിന് ക്വാളിഫൈഡ് ആകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഫൈനലി MBA അഡ്മിഷൻ വിതൗട്ട് KMAT ചില ആളുകൾ ചോദിക്കുന്നു. ഇപ്പം അടുത്ത സിറ്റുവേഷനിൽ അങ്ങനെ ഒരു അറിയിപ്പില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് വിതൗട്ട് KMAT പെർമിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ KMAT എക്സാം എഴുതുക, ക്വാളിഫൈഡ് ആവുക, അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയാൻ പറ്റുക. വിതൗട്ട് KMAT പറ്റി ഇപ്പം നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതും ഈ ഒരു ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനിയും KMAT എക്സാമോ CMAT CAT വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്ലൈ ചെയ്ത ആൾക്കാർ എന്തായാലും പോയിട്ട് നന്നായിട്ട് എഴുതുക, സ്കോർ കിട്ടുക, ക്വാളിഫൈഡ് ആവുക. അവർ ഇനി KMAT ഒഴിവാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ഓർത്ത് കുഴപ്പേണ്ട ആവശ്യമില്ല. ഒഴിവാക്കേണ്ടതെന്ന് ഓർത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലൈ ചെയ്ത ആൾക്കാർ ഹാൾ ടിക്കറ്റ് വരുന്നോ ചെക്ക് ചെയ്യുക, നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ് മാത്രമേ പറയാനുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എഗെയിൻ പ്രിപ്പറേഷൻ വീഡിയോസുകൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ താല്പര്യമില്ലെങ്കിൽ ഇഷ്ടംപോലെ നിരവധിയായിട്ടുള്ള പ്രിപ്പറേറ്ററി വീഡിയോസ് ചാനലിലുണ്ട്. ഇതിൽ 100ഓളം വീഡിയോസുകളുണ്ട്. ഈ വീഡിയോസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു 6 ദിവസം കൂടെ ഉള്ളൂ. ഈ സമയമൊക്കെ നന്നായിട്ടിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ വിഷ് യു ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബാക്കി പെൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൺസിഡർ ചെയ്യാം. സ്റ്റിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.